സിനിമാ പ്രേമികൾ ഏറെക്കാലമായി കാത്തിരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. ദൃശ്യം സിനിമയുടെ 3ാം പതിപ്പ് പ്രഖ്യാപിച്ചു. നടൻ മോഹൻലാൽ സമൂഹ മാധ്യമ പേജിലൂടെയാണ് പ്രഖ്യാപനം നടത്തിയത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് മഹേഷ് പോലൂർ കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കും. മഹേഷ്, ദൃശ്യം 3 വരുമോ ഇല്ലയോ എന്ന സംശയത്തിന് അറുതിയായല്ലേ? തീർച്ചയായും ആരാധകരുടെ കാത്തിരിപ്പിന് വിരാമം എന്ന് പറയാം. മോഹൻലാൽ തന്നെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലും സമൂഹ മാധ്യമ പേജുകളുടെയും ദൃശ്യം 3ന്റെ വരവിനെ ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഭൂതകാലത്തെ നിശബ്ദമാക്കാനാകില്ല എന്നുള്ള കുറിപ്പോട് കൂടിയാണ് മോഹൻലാൽ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. ദൃശ്യത്തിന്റെ 3ാം പതിപ്പ് കൺഫേം ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ സിനിമ പുറത്തിറങ്ങും എന്നാണെന്നോ അഭിനേതാക്കളെ സംബന്ധിച്ചൊന്നും തന്നെ ഒരു അറിയിപ്പും വന്നിട്ടില്ല. എന്തായാലും ദൃശ്യം 3 കൺഫേം ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. നമുക്കറിയാം, മലയാള സിനിമയിൽ ഫാമിലി ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന ദൃശ്യം അതിൻ്റെ ആദ്യ പതിപ്പ് 2013 ഡിസംബർ 19 പുറത്തിറങ്ങി. മലയാളത്തിലെ ആദ്യത്തെ 50 കോടി ക്ലബിലെത്തിയ ചിത്രമാണ്. 75 കോടിയിലധികം രൂപ കളക്ഷൻ ഉണ്ട്. അതിനേക്കാൾ ഉപരിയായി ഇന്ത്യയിലെ തന്നെ ബഹുഭാഷാ ചിത്രം എന്നുള്ള രീതിയിൽ പല ഭാഷകളിലേക്ക്, ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ ഭാഷകളിലേക്കും തന്നെ ആ സിനിമയെ മൊഴിമാറ്റം ചെയ്ത് അതിൻ്റെ റീമേക്കുകളൊക്കെ ഇറങ്ങിയതാണ്. അതിനുശേഷം 2021 ഫെബ്രുവരി 19 അതിൻ്റെ 2ാം പതിപ്പ് വരുന്നു. ആമസോൺ OTT പ്ലാറ്റ്ഫോമിൽ അത് ദൃശ്യം 2 വരുന്നു. കൊറിയ, ചൈന ഉൾപ്പെടെയുള്ള ചൈനീസ് ഭാഷകളിലേക്ക് വരെ അത് അതിൻ്റെ ഭാഷ മാറ്റിയതിന് ശേഷം ലോകോത്തര തലത്തിലേക്ക് ആ ദൃശ്യം 2 പോയിരുന്നു. അപ്പോൾ വലിയ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. നമുക്കറിയാം, ആ സിനിമയുടെ കഥാപശ്ചാത്തലവും തൊടുപുഴ, ഇടുക്കിയുടെ ഭംഗിയും തൊടുപുഴയിലെ പശ്ചാത്തലവും, ഒപ്പം ജോർജ് കുട്ടിയുടെ കുടുംബവും, ഒപ്പം വരുൺ പ്രഭാകരൻ്റെ കൊലപാതകവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണവും, വിഫലമാകുന്ന അന്വേഷണവും, ജോർജ് കുട്ടി അദ്ദേഹത്തെ കുടുംബത്തെ ചേർത്ത് പിടിക്കുന്നതും എല്ലാം മലയാളി കഴിഞ്ഞ 2 തവണയായി കണ്ടുവരികയാണ്. അപ്പം 3ാം പതിപ്പിലെത്തുമ്പോൾ ആ കഥയിൽ എന്തുണ്ടാകും എന്നുള്ള ഒരു കാര്യമാണ് ഏറെ കൗതുകമുള്ളത്. ജിത്തു ജോസഫ് എങ്ങനെ 3ാം പതിപ്പിന് എഴുതി തയ്യാറാക്കിയിട്ടുണ്ടാകും എന്നുള്ളത് വലിയ ആകാംക്ഷയോടെ തന്നെ കാത്തിരിക്കുകയാണ്. പ്രേക്ഷകരെല്ലാം ദൃശ്യം 3 വരവേൽക്കാൻ ഒരുങ്ങുന്നത്. മഹേഷ് പോലൂർ വിവരങ്ങൾ പങ്കുവച്ചത്.